ഇതിനകത്ത് വടകര പാർലമെന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ആ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം മുതൽ ഇങ്ങോട്ട് അങ്ങേയറ്റം നിന്ദ്യമായിട്ടുള്ള പ്രചരണ രീതിയായിരുന്നു വടകരയിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് ആദ്യഘട്ടം മുതലേ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ഘട്ടത്തിലും ആ അഭിപ്രായത്തിനകത്ത് മാറ്റല്ല. ആ തെരഞ്ഞെടുപ്പ് ആരംഭിക്കുന്ന ഘട്ടം മുതലേ വ്യാജമായി നിർമ്മിക്കപ്പെട്ട ഒരുപാട് തെരഞ്ഞെടുപ്പ് മെറ്റീരിയലുകൾ നമ്മൾ കണ്ടുപോകുന്ന നിലയുണ്ടായി. അതിൽ മുസ്ലിങ്ങളെല്ലാം തീവ്രവാദികളാണെന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി സഖാവ് കെ ശൈലജ ടീച്ചർ പറഞ്ഞു എന്ന നിലയിൽ ടീച്ചർ ഒരു ചാനലിന് കൊടുത്ത ഇൻ്റർവ്യൂ മുറിച്ച് അടർത്തി മാറ്റി പ്രചരിപ്പിക്കുന്ന നിലയുണ്ടായി നമ്മൾ കണ്ടു. ടീച്ചർ പ്രവാചകനെ കുറിച്ച് മോശമായി സംസാരിക്കുന്ന നിലയുണ്ടായി എന്ന് കാണിച്ചുകൊണ്ട് ടീച്ചർ ഒരു സെമിനാറിൽ നടത്തിയ പ്രഭാഷണത്തിൻ്റെ ഒരു ശകലം മുറിച്ചു മാറ്റി പ്രചരിപ്പിക്കുന്ന നിലയുണ്ടായി. AP അബൂബക്കർ മുസ്ലിയാരുടേത് എന്ന പേരിൽ വ്യാജമായി സൃഷ്ടിച്ച ബോംബമ്മയാണ്, ബോംബമ്മയ്ക്ക് വോട്ടുകൊടുക്കാൻ വേണ്ടി പാടില്ല എന്ന നിലയിൽ സൃഷ്ടിച്ച് പ്രചരിപ്പിച്ച വ്യാജ ലെറ്റർ പാഡുമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള പ്രചരണങ്ങൾ നമ്മൾ കണ്ടു. ഇതിൻ്റെയൊക്കെ തുടർച്ചയിലാണ് ഈ കാഫർ പ്രയോഗം ഉൾപ്പെട്ടിട്ടുള്ള സ്ക്രീൻഷോട്ട് ശ്രദ്ധയിലേക്ക് വരുന്നത്. സ്വാഭാവികമായും അത് ചോദിച്ചതുപോലെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ ഉണ്ടായ ഈ നിലയ്ക്കുള്ള തെറ്റായ പ്രചരണങ്ങളെ സംബന്ധിച്ചൊക്കെ ഉത്തരവാദിത്തപ്പെട്ട തെരഞ്ഞെടുപ്പ് പാർലമെൻറ്റ് മണ്ഡലം കമ്മിറ്റിയുടെ സെക്രട്ടറി കൃത്യമായി അതാത് ഘട്ടങ്ങളിൽ പോലീസിന് അതേപോലെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഉൾപ്പെടെ പരാതി നൽകി പോകുന്ന നിലയുണ്ടായിട്ടുണ്ട്. സ്വാഭാവികമായും ഒരു തെരഞ്ഞെടുപ്പിനകത്തും അംഗീകരിക്കാൻ വേണ്ടി പാടില്ലാത്ത നിലയിലുള്ള ഇടപെടലുകളാണ് UDFൻ്റെ സൈബർ ഹാൻഡിലുകളുടെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത്. ഒന്നും ഉണ്ടായില്ല എന്ന നിലയിൽ പറഞ്ഞവസാനിപ്പിക്കുന്നതിന് വേണ്ടി ജിൻഡോ ശ്രമിച്ചു. UDFൻ്റെ ഇപ്പോൾ മാതൃഭൂമിയുടെ ഉൾപ്പെടെ ആ വടകര തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്ത വാർത്തകളുടെ ഫേസ്ബുക്ക് ഉൾപ്പെടെ ഇൻസ്റ്റാഗ്രാം ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലെ കമൻറ്റ് സെഷൻ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ബോധ്യപ്പെടും ഏത് നിലയിലുള്ള കമൻറ്റുകളാണ് ഈ പറഞ്ഞ പോലെ ശൈലജ ടീച്ചർക്ക് നേരെ അതിൽ പ്രവഹിക്കുന്ന നിലയുണ്ടായിട്ടുള്ളത് എന്നുള്ളത്. അത് ഞങ്ങളാരും അറിഞ്ഞിട്ടില്ല എന്നുള്ള നിലയിലേക്ക് തള്ളിക്കളയാൻ വേണ്ടിയിട്ടൊന്നും കഴിയില്ല. അശ്ലീല കമൻ്റ് ഇട്ട ആളുകളിൽ യൂത്ത് കോൺഗ്രസിൻ്റെ ദേശീയ കോർഡിനേറ്റർ ഉൾപ്പെടെയുള്ള ആളുകളുടെ കമൻറ്റുകളുണ്ട്. കൃത്യമായി സൈബർ ഇടങ്ങൾക്കകത്ത് UDFൻ്റെ രാഷ്ട്രീയം പറഞ്ഞു പോകുന്ന നിരവധി പ്രൊഫൈലുകൾ അശ്ലീലം കമന്റ് ഈ പറഞ്ഞ മാധ്യമ ചർച്ചയ്ക്കകത്ത് പറയാൻ വേണ്ടി കഴിയാത്ത നിലയിലേക്കുള്ള അശ്ലീല പ്രയോഗങ്ങൾ നടത്തിയതിൻ്റെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. അതിൻ്റെ തുടർച്ചയിലാണ് ഈ പറഞ്ഞ പോലെ കാഫിർ പ്രയോഗം ഉൾപ്പെട്ടിട്ടുള്ള സ്ക്രീൻഷോട്ട് ശ്രദ്ധയിലേക്ക് വരുന്നത്. അത് ശ്രദ്ധയിലേക്ക് വരുന്ന ഘട്ടത്തിൽ തന്നെ മറ്റു പ്രചരണങ്ങൾക്കകത്ത് ഇതിനു മുൻപ് ഞാൻ സൂചിപ്പിച്ച നിലയിലുള്ള പ്രചരണ സാമഗ്രികൾ പ്രചരിപ്പിക്കപ്പെട്ട ഘട്ടത്തിൽ എന്താണോ ചെയ്തത് അതേ നിലയിൽ തന്നെ കൃത്യമായിട്ടുള്ള പരാതിയുമായി ഇടതുപക്ഷത്തിൻ്റെ പാർലമെന്റ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വം മുന്നോട്ട് പോകുന്ന നിലയുണ്ടായിട്ടുണ്ട്. കൃത്യമായി ജനങ്ങളുടെ മുൻപിലേക്ക് ഈ നിലയിലേക്കുള്ള പ്രചരണം നടത്തുന്നുണ്ട് എന്ന് തുറന്നു പറയുന്ന നിലയുണ്ടായിട്ടുണ്ട്. ഇനി ഇപ്പോൾ നിലവിൽ പോലീസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് നേരത്തെ പരാമർശിക്കപ്പെട്ട യൂത്ത് ലീഗിൻ്റെ നേതാവല്ല അത് സൃഷ്ടിച്ചത്, അദ്ദേഹത്തിൻ്റെ പേരിൽ അദ്ദേഹമല്ല സൃഷ്ടിച്ചത് എന്ന് പോലീസ് റിപ്പോർട്ട് സമർപ്പിക്കുന്ന നിലയുണ്ടായിട്ടുണ്ട്. ഈ ഘട്ടത്തിലും ഞങ്ങളുടെ ആവശ്യം ഇത് ആരാണ് സൃഷ്ടിക്കപ്പെട്ടത്, സമൂഹത്തെ ഭിന്നിപ്പിക്കുന്ന നിലയിലേക്കുള്ള, സമൂഹത്തെ പുറകോട്ട് നടത്തുന്ന നിലയിലേക്കുള്ള പ്രചരണ സാമഗ്രികൾ ആര് സൃഷ്ടിച്ചു എന്നുള്ളതിനെ സംബന്ധിച്ച് ശക്തമായിട്ടുള്ള അന്വേഷണം നടക്കണം. അന്വേഷണം നടത്തിയ ആളുകൾ നിയമത്തിന് മുൻപിൽ വരണം എന്നുള്ളതാണ്. ഈ ഘട്ടത്തിലും അത് UDF കേന്ദ്രങ്ങളിൽ നിന്നല്ല സൃഷ്ടിക്കപ്പെട്ടത് എന്ന് എങ്ങനെ വിശ്വസിക്കാൻ വേണ്ടി കഴിയുമെന്ന നമ്മുടെ അനുഭവം ഈ തെരഞ്ഞെടുപ്പിൽ മാത്രം ഞാൻ നേരത്തെ സൂചിപ്പിച്ച എണ്ണമറ്റ അനുഭവങ്ങൾ കിടക്കുകയാണ്. ഈ നിലയിൽ UDFൻ്റെ സൈബർ കേന്ദ്രങ്ങൾ പ്രചരിപ്പിച്ചതിൻ്റെ അനുഭവങ്ങൾ സ്വാഭാവികമായും അതെല്ലാം മുന്നിൽ നിൽക്കുമ്പോൾ ഇത് UDF കേന്ദ്രങ്ങളിൽ നിന്നല്ല സൃഷ്ടിക്കപ്പെട്ടത് എന്ന് പൊതുസമൂഹം വിശ്വസിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒന്നും നമ്മുടെ മുൻപിൽ ലഭ്യമാണ്. അതുകൊണ്ട് ഈ ഘട്ടത്തിലും ഇത് UDF കേന്ദ്രത്തിൽ നിന്നല്ല എന്ന് വിശ്വസിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് CPM നിലപാട്. ഞാൻ രണ്ടുപേരിലേക്കും തിരികെ വരാം.